മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന, എന്നാൽ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ ഒട്ടും പിടികിട്ടാത്ത ഒരു വിലാപമുണ്ട്. വിലാപം നടത്തുന്നത് സംഘികളാണ്. വിലാപം ഇതാണ്: ഇന്ത്യയിൽ ഹിന്ദു അപകടത്തിലാണേ. ഇതിനൊപ്പം തന്നെ അടുത്തിടെയായി കേൾക്കുന്ന മറ്റൊരു രോദനമാണ് ഹിന്ദു ക്ഷേത്രങ്ങളും അപകടത്തിലാണേ എന്നുള്ളത്. കേൾക്കുമ്പോൾ വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്ന് തോന്നുമെങ്കിലും കണക്കുകൾക്കും യുക്തിക്കും നിരക്കാത്ത ഈ അവകാശവാദത്തിൻ്റെ ഉള്ളുകള്ളികൾ ഒന്ന് പരിശോധിച്ചാൽ അതിലെ രാഷ്ട്രീയ അപഹാസ്യത നിങ്ങൾക്ക് സ്വയം ബോധ്യമാകും. സംഘപരിവാർ നിർമ്മിച്ചെടുത്ത ഈ ഭയത്തിൻ്റെ വ്യാകരണം യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തെയും ഹിന്ദു വിശ്വാസങ്ങളെയും എത്രമാത്രം അപമാനിക്കുന്നതാണെന്ന് ഇന്നാട്ടിലെ ഓരോ ഹിന്ദുവും ചിന്തിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ അതാണ് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ നാട്ടിലെ കണക്കുകളൊന്ന് പരിശോധിക്കാം. ജനകീയ വിശ്വാസപ്രകാരം ഹിന്ദുമതത്തിൽ 33 കോടി, അതായത് 33 കോടി ദേവീദേവന്മാരുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ എണ്ണമാകട്ടെ ഏകദേശം 110 കോടിക്ക് മുകളിലാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ഹരിച്ചു നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാകും. അതായത് ശരാശരി 3 ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ 3.5 ഹിന്ദുക്കൾക്ക് സുരക്ഷയൊരുക്കാൻ ഒരു ദൈവം ഡ്യൂട്ടിയിലുണ്ട്. ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് ഒരു ശരാശരി ഇന്ത്യൻ പൗരന് അത്യാവശ്യത്തിന് ഒരു പോലീസിൻ്റെ സഹായം കിട്ടാനുള്ള അനുപാതത്തേക്കാൾ എത്രയോ മികച്ചതാണ് ഹിന്ദുക്കൾക്കുള്ള ഈ ദൈവിക സുരക്ഷാ അനുപാതം എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ദേശീയ ശരാശരി അനുസരിച്ച് 831 പേർക്ക് ഒരു പോലീസുകാരൻ എന്നുള്ളതാണ് കണക്ക്. 831 പേരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരൻ. ഇത് ദേശീയ ശരാശരിയാണ്. സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതിലേറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ബീഹാറിൽ 1522 പേർക്ക് സുരക്ഷയൊരുക്കാൻ ഒരു പോലീസുകാരനേ ഉള്ളൂ. 1522 പേർക്ക്. അങ്ങനെയുള്ള ഇന്ത്യയിൽ 3 പേർക്ക് സുരക്ഷയൊരുക്കാൻ ഒരു ദൈവം എന്നുള്ളത് ലോകത്ത് വേറെ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കും ഒരു മതത്തിലെ വിശ്വാസികൾക്കും ഇല്ലാത്ത സ്പെഷ്യൽ പ്രൊട്ടക്ഷനാണ്. എന്നിട്ടും ഈ രാജ്യത്തെ ഹിന്ദു എങ്ങനെയാണ് നിരന്തരം അപകടത്തിലാകുന്നത്? ആ ദൈവങ്ങളുടെ ഭൂമിയിലെ വാസസ്ഥലമായ ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് അപകടത്തിലാകുന്നത്? ഈ 33 കോടി ദൈവങ്ങളും ഡ്യൂട്ടി സമയത്ത് ഉറങ്ങുകയാണോ? അതോ ദേവലോകത്തിൽ അവർക്ക് വല്ല അടിയന്തര മീറ്റിംഗ്, അർജൻറ്റ് മീറ്റിംഗ് വല്ലതും ഉണ്ടോ? ഇനി അതുമല്ല, ഈ ഹിന്ദു ദൈവങ്ങൾ കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണോ? അല്ല, അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇവർ ഹിന്ദുക്കൾ അപകടത്തിലാണ്, ഹിന്ദു ക്ഷേത്രങ്ങൾ അപകടത്തിലാണെന്ന് പറയുന്നവർ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. ഇത് ഞാൻ സാധാരണ ഹിന്ദുവിനോടല്ല ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കുന്ന സംഘികളോടാണ് ഈ ചോദ്യം. 33 കോടി ദേവന്മാർ വിചാരിച്ചിട്ട് രക്ഷിക്കാൻ കഴിയാത്ത ഈ പാവം ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഇപ്പോൾ അരപ്പട്ട കെട്ടി ഇറങ്ങിയിരിക്കുന്നത് ആരാണെന്നറിയണ്ടേ? ആ സംഘികളാണ്, വേറെ ആരുമല്ല, സംഘികൾ. അവരാണിപ്പോൾ ഹിന്ദുമതത്തിൻ്റെയും ഹിന്ദുക്കളുടെയും രക്ഷകർ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അതായത് ഹിന്ദുമതത്തിലെ സർവശക്തരായ ദൈവങ്ങൾക്ക് സാധിക്കാത്ത കാര്യം വള്ളിനിക്കറുമിട്ട് കുറുവടി കറക്കാൻ വേണ്ടി ശാഖയിൽ പോകുന്ന കുറച്ച് മനുഷ്യർ ചേർന്ന് പരിഹരിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ദൈവങ്ങൾ മനുഷ്യരെ രക്ഷിക്കുന്നതാണ് നാം ഹിന്ദു പുരാണങ്ങളിൽ വായിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ശാഖയിൽ പോയി കുറുവടി കറക്കുന്ന സംഘികൾ ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു മതത്തെയും രക്ഷിക്കാൻ കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ, ദൈവങ്ങളെ, നിങ്ങൾക്കിതൊന്നും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്ക്, ഞങ്ങൾ രക്ഷിക്കാം എന്ന് ഈ സംഘികൾ സ്വന്തം ദൈവങ്ങളോട് തന്നെ പറയുന്ന ഒരു വിചിത്രമായ രാഷ്ട്രീയ നാടകമാണ് ഹിന്ദു അപകടത്തിൽ എന്ന മുദ്രാവാക്യത്തിന് പിന്നിലുള്ളത്. ഹിന്ദു പുരാണങ്ങളിലെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഓരോ ദേവനും ദേവിക്കും എന്തൊക്കെ തരം ആയുധങ്ങളാണ് കയ്യിലുള്ളത്. 14 ലോകങ്ങളും ഒറ്റയടിക്ക് ഭസ്മമാക്കാൻ കഴിവുള്ള സാക്ഷാൽ പരമശിവൻ്റെ തൃക്കൈയിലുള്ളത് വിനാശകാരിയായ ത്രിശൂലമാണ്. ത്രിശൂലം. ഇതുകൂടാതെ സർവ്വതും ചുട്ടരിക്കാൻ പോകുന്ന നെറ്റിക്കണ്ണ് അഥവാ 3-ാം കണ്ണ് അഡീഷണലായിട്ട് ശിവനുണ്ടെന്ന് ഓർക്കണം. മഹാവിഷ്ണുവിൻ്റെ കയ്യിലോ
പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും പാതാളത്തിൽ വരെ പോയി ശത്രുവിൻ്റെ കഴുത്തറുത്ത് മാത്രം ശാന്തമാകുന്ന തിളങ്ങുന്ന സുദർശന ചക്രമാണ് വിഷ്ണുവിൻ്റെ കയ്യിലുള്ളത്. കൂടാതെ പ്രപഞ്ചത്തിൻ്റെ ഭാരം മുഴുവൻ ആവാഹിച്ചെടുത്ത ഒറ്റപ്രഹരത്തിൽ അസുരന്മാരെ അന്ത്യവിശ്രമത്തിനയക്കുന്ന ദിവ്യഗതയായ കൗമോദകിയും മഹാവിഷ്ണുവിൻ്റെ കയ്യിലുണ്ട്. ഇനി ദേവേന്ദ്രൻ്റെ കയ്യിലോ? കൊടിയ അസുരന്മാരുടെ നെഞ്ചകം പിളർക്കുന്ന പർവ്വതങ്ങളുടെ പോലും ചിറകരിഞ്ഞ ദദീജി മഹർഷിയുടെ അസ്ഥി കൊണ്ട് നിർമ്മിച്ച വജ്രായുധമാണ് ദേവേന്ദ്രൻ്റെ കയ്യിലിരിക്കുന്നത്. കാറ്റിലും വേഗത്തിൽ പായുന്ന രാവണൻ്റെ 10 തലകളും അറുത്ത് വീഴ്ത്തിയ, ഒരിക്കൽ ഞാണൊലി കൊണ്ട് തൊടുത്താൽ ലക്ഷ്യം ഭേദിക്കാതെ ആവനാഴിയിലേക്ക് മടങ്ങാത്ത കോദണ്ഡം എന്ന ദിവ്യാസ്ത്രമാണ് ശ്രീരാമൻ്റെ കയ്യിലുള്ളത്. ദാരികൻ്റെ തലയറുത്ത് ചോര കുടിച്ചിട്ടും കലിതീരാതെ അട്ടഹസിക്കുന്ന, സർവ്വചരാചരങ്ങളെയും വിറപ്പിക്കുന്ന ഭദ്രകാളിയുടെ കയ്യിലുള്ളത് മഹിഷാസുരൻ തുടങ്ങിയ അസുരന്മാരെ വധിക്കുന്നതിനായി ഉപയോഗിച്ച ഖഡ്ഗം എന്ന രക്തം പുരണ്ട വാളാണ്. അഹങ്കാരികളായ ക്ഷത്രിയവംശത്തെ 21 വട്ടം വെട്ടിയരിഞ്ഞ് ഭൂമിയിൽ ചോരപ്പുഴ ഒഴുക്കിയ, സാക്ഷാൽ വരുണദേവനെപ്പോലും ഭയപ്പെടുത്തി അറബിക്കടലിനെ പിൻവലിപ്പിച്ച പരശുരാമൻ്റെ കയ്യിലിരിക്കുന്നത് പരമശിവൻ സമ്മാനമായി നൽകിയ വിദ്യുദ്ധബി എന്ന മിന്നൽ മഴുവാണ്. അസുരന്മാരുടെ ഉരുക്കുകോട്ടകൾ നിഷ്പ്രയാസം തകർത്തെറിഞ്ഞ താരകാസുരൻ മുതൽ ശൂരപത്മം വരെയുള്ള മഹാസുരന്മാരുടെ മാറുപിളർന്ന സാക്ഷാൽ സുബ്രഹ്മണ്യൻ്റെ കയ്യിലിരിക്കുന്നത് ജ്വലിക്കുന്ന ദിവ്യമായ ശക്തിവേലാണ്. സഞ്ജീവനി പർവ്വതം ഒരു കൈകൊണ്ട് അനായാസം എടുത്തുയർത്തിയ, രാക്ഷസപ്പടയുടെ തലയോട്ടി അടിച്ചു തകർത്ത വായുപുത്രനായ ഹനുമാൻ്റെ കയ്യിലിരിക്കുന്നത് ഭീമാകാരമായ ഗദയാണ്. 3 ലോകങ്ങളിലെയും എത്ര വലിയ കൊലകൊമ്പനായാലും സമയമാകുമ്പോൾ കഴുത്തിൽ കുരുക്കിട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന, ആർക്കും ഒരിക്കലും പൊട്ടിച്ചെറിയാൻ കഴിയാത്ത കാലപാശവുമായിട്ടാണ് യമരാജൻ്റെ നടപ്പ്. ഒരിക്കൽ പ്രയോഗിച്ചാൽ പ്രപഞ്ചം മുഴുവൻ ഒറ്റയടിക്ക് ചാമ്പലാകുമെന്നുറപ്പുള്ള, ലോകത്തൊരു ശക്തിക്കും തടുക്കാൻ കഴിയാത്ത, പുരാണങ്ങളിലെ ഏറ്റവും വലിയ അണ്വായുധങ്ങളായ സാക്ഷാൽ ബ്രഹ്മാസ്ത്രവും പാശുപതാസ്ത്രവും ഉള്ളവരാണ് ഹിന്ദുമതത്തിലെ ദേവീദേവന്മാർ. ഈ ദിവ്യായുധങ്ങളുടെയൊക്കെ ഒരു ശേഖരം വെച്ച് നോക്കിയാൽ ദേവലോകം എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ, ഒരിക്കലും തകർക്കാൻ കഴിയാത്ത അത്യന്താധുനികമായ ഒരു ബ്രഹ്മാണ്ഡ ആയുധപ്പുരയാണ്. ഈ ആയുധപ്പുരയുടെ മുന്നിൽ നമ്മുടെ അമേരിക്കയുടെ ആയുധപ്പുരകളാകട്ടെ, റഷ്യയുടെ ആയുധപ്പുരകളാകട്ടെ, ചൈനയുടെ ആയുധപ്പുരകളാകട്ടെ, എല്ലാം വെറും ശിശുക്കളാണ്, ഒന്നുമല്ല. മനസ്സിലായി? അമ്മാതിരി സാധനമാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. എന്നിട്ടും സംഖ്യഭാഷ്യമനുസരിച്ച് രാത്രിയാകുമ്പോൾ ഈ ബ്രഹ്മാണ്ഡ ആയുധങ്ങളൊക്കെ കട്ടിലിനടിയിൽ ഒളിച്ചു വെച്ച് പേടിച്ചു വിറച്ച് പുതച്ചു മൂടിക്കിടക്കുന്ന ഹിന്ദു ദൈവങ്ങളെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അതാണ് ഈ സംഖ്യകൾ പറയുന്നത്, ക്ഷേത്രങ്ങളൊക്കെ അപകടത്തിലാണെന്ന്. മനസ്സിലായ? അവരങ്ങനെ പേടിച്ച് വിറച്ച് കിടക്കുമ്പോഴാണ് ഗേറ്റിന് പുറത്തു നിന്ന് ദേവന്മാർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ആ വാക്കുകൾ വരുന്നത്. ഭഗവാനെ പേടിക്കേണ്ട, പാശുപതാസ്ത്രവും സുദർശന ചക്രവും ഒക്കെ അവിടെ ഭദ്രമായി വെച്ചിട്ട് ധൈര്യമായി കിടന്നുറങ്ങിക്കോ, പുറത്ത് സംഘം കാവലുണ്ട്, സംഘത്തിൻ്റെ കയ്യിൽ കുറുവടിയുണ്ട്. അതായത് പ്രപഞ്ചം ചുട്ടരിക്കാൻ കെൽപ്പുള്ള ഈ ദിവ്യായുധങ്ങളെക്കാൾ വലിയ സുരക്ഷയാണ് ശാഖയിൽ പോകുന്ന കാക്കി ട്രൗസറിട്ട ഒരു സംഖ്യയുടെ കയ്യിലെ ആ മുളവടി അഥവാ കുറുവടി ഈ ദൈവങ്ങൾക്ക് നൽകുന്നത്. ഇതിലും വലിയൊരു വിരോധാഭാസം, ഇതിലും വലിയൊരു കോമഡി വേറെ എന്താണുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയതൊന്ന്. ലോകത്തെ മുഴുവൻ ചാമ്പലാക്കാൻ കഴിവുള്ള, 3-ാം കണ്ണുള്ള പരമശിവന് പോലും സമാധാനമായി ഒന്ന് കണ്ണടച്ചുറങ്ങണമെങ്കിൽ പുറത്ത് സംഖ്യകൾ കാവൽ നിൽക്കേണ്ട ഗതികേടിനാണെന്നാണ് സംഘപരിവാർ പറയുന്നത്. മനസ്സിലായ? ഹിന്ദുക്കൾക്ക് ശാന്തമായി വന്നിരിക്കാനും അല്പം സമാധാനം കണ്ടെത്താനുമുള്ള കേന്ദ്രങ്ങളായിരുന്നു പണ്ടൊക്കെ ക്ഷേത്രങ്ങൾ. എന്നാൽ ഇന്ന് ഈ സംഖ്യഭാഷ്യം അനുസരിച്ച് ക്ഷേത്രങ്ങൾ ദൈവങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകളായി മാറിയിരിക്കുകയാണ്. അതിനകത്തിരിക്കുന്ന ദേവീദേവന്മാർക്ക് പോലും സമാധാനമില്ലെന്നാണ് സംഖ്യകൾ പറയുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഈ ഈശ്വരന്മാർക്ക് അവരുടെ സ്വന്തം വീടിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആധാരം സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സംഖ്യ പ്രചരണത്തിലെ ഏറ്റവും വലിയ തമാശ. പണ്ട് ഭക്തർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നത് ദൈവമേ എൻ്റെ വീടും കുടുംബവും കാത്തുകൊള്ളണേ എന്നായിരുന്നു. എന്നാൽ ഇന്നത്തെ
പ്രാർത്ഥനയുടെ രൂപം മാറി. ദൈവമേ, നിൻ്റെ അമ്പലം ഞാൻ കാത്തോളാം, അതുകൊണ്ട് എൻ്റെ വോട്ട് നീ കാത്തുകൊള്ളണേ. ഇതാണ് സംഘികളുടെ പ്രാർത്ഥന. ഇനി ഈ സാഹചര്യത്തെ മറ്റു വിശ്വാസങ്ങളുമായി, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിശ്വാസവുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ക്രിസ്ത്യാനികൾക്ക് ആകെയുള്ളത് ഒരേ ഒരു ദൈവമാണ്. അതായത് ഇവർക്ക് 33 കോടി ദേവന്മാരുള്ളപ്പോൾ, ദേവീദേവന്മാരുള്ളപ്പോൾ, ക്രിസ്ത്യാനികൾക്ക് ആകെയുള്ളത് ഒരേ ഒരു ദൈവം, ഏകദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏകദൈവം. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആ ഒരു ദൈവം മാത്രമേ അവർക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ സമയമില്ലാത്തത്ര വലിയ വർക്കലോടാണ് ക്രിസ്ത്യാനികളുടെ ദൈവത്തിനുള്ളത്. ഇന്ത്യയിൽ മറ്റേതൊരു കാലത്തേക്കാളും കൂടുതലായി ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടും ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ അപകടത്തിലാണ് എന്ന് ഞങ്ങളാരും പരാതിപ്പെടുന്നില്ല. കാരണം ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മതിയായവനാണ് എന്ന ഉറച്ച ബോധ്യം ക്രിസ്ത്യാനികൾക്കുണ്ട്. നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാലും, ഞങ്ങളുടെ ആരാധനാലയങ്ങൾ തീയിട്ട് നശിപ്പിച്ചാലും, ബുൾഡോസർ വെച്ച് തകർത്താലും, ഞങ്ങളെ തീ കൊളുത്തി കൊന്നാലും, അതല്ല ആൾക്കൂട്ട കൊലപാതകം നടത്തിയാലും ഞങ്ങളുടെ ദൈവം മാത്രം മതി ഞങ്ങൾക്ക് എന്നുള്ള അടിയുറച്ച ബോധ്യം ക്രിസ്ത്യാനികൾക്കുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ദേഹത്തെ മാത്രമേ കൊല്ലാൻ കഴിയൂ, ഞങ്ങളുടെ ദേഹിയെ തൊടാൻ കഴിയില്ല എന്ന് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനി അപകടത്തിലാണെന്നോ, ക്രിസ്ത്യാനിറ്റി അപകടത്തിലാണെന്നോ, ക്രിസ്ത്യൻ പള്ളികൾ അപകടത്തിലാണെന്നോ പറഞ്ഞ് ഞങ്ങൾ പ്രചരണങ്ങളൊന്നും തന്നെ നടത്താത്തത്. ഈ ലോകത്തിലായാലും വരുവാനുള്ള ലോകത്തിലായാലും ഞങ്ങളുടെ രക്ഷകനായി ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരു ദൈവം, ഞങ്ങളെ കരുതുന്ന ഒരു ദൈവം. മനസ്സിലായോ? ക്ഷേത്രങ്ങൾക്ക് കാവലായി സംഘമുണ്ട് എന്ന് സംഘികൾ പറയുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ പള്ളികൾക്ക് കാവൽ നിൽക്കാൻ ക്രിസ്ത്യാനികൾ ആയുധവും എടുത്ത് രാത്രി ഇറങ്ങാറില്ല. കാരണം തൻ്റെ ആലയം നോക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് അറിയാം എന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ്. എന്നാൽ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവങ്ങൾ വളരെ ദുർബലരാണ്. ആരെങ്കിലും വന്ന് കൊടിമരം പിഴുതു മാറ്റുമോ, ശ്രീകോവിൽ തകർക്കുമോ എന്ന് ഹിന്ദു ദൈവങ്ങൾ എപ്പോഴും ഭയന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് സംഘികൾ പറയുന്നത്. ഇവിടെയാണ് സംഘപരിവാറിൻ്റെ ഹിന്ദു അപകടത്തിൽ, ഹിന്ദു ക്ഷേത്രങ്ങൾ അപകടത്തിൽ എന്ന മുദ്രാവാക്യത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസവും ഹൈന്ദവ വോട്ടർമാർ തിരിച്ചറിയേണ്ട ചതിയും ഒളിഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ മുദ്രാവാക്യത്തിലൂടെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അപമാനിക്കുന്നത് സ്വന്തം വിശ്വാസത്തെയും ദൈവങ്ങളെയുമാണ്. ഒന്നാമതായി അവർ തങ്ങളുടെ ദൈവങ്ങളുടെ ദൗർബല്യം സമ്മതിക്കുന്നു. 3 പേർക്ക് ഒരു ദൈവം എന്ന നിലയിൽ കാവലുണ്ടായിട്ടും ഹിന്ദു അപകടത്തിലാണെന്ന് പറഞ്ഞാൽ ആ 33 കോടി ദേവീദേവന്മാർക്ക് യാതൊരു ശക്തിയുമില്ലെന്ന് സംഘപരിവാർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണത്. മനസ്സിലായോ? രണ്ടാമതായി അവർ മറ്റു മതങ്ങളിലെ ദൈവത്തിൻ്റെ കരുത്ത് പരോക്ഷമായി അംഗീകരിക്കുന്നു. അതായത് തങ്ങളുടെ കോടിക്കണക്കിന് ദൈവങ്ങൾക്ക് നൽകാൻ കഴിയാത്ത സുരക്ഷയാണ് ക്രൈസ്തവരുടെ ഏക ദൈവം ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്നത് എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് ഈ വിലാപത്തിലൂടെ അവർ ചെയ്യുന്നത്. ഇത് ഹിന്ദു വിശ്വാസികൾക്ക് നാണക്കേടാണോ അതോ അഭിമാനമാണോ എന്ന് ഹിന്ദു വിശ്വാസികൾ തന്നെ ചിന്തിക്കണം. സത്യത്തിൽ ഹിന്ദു അപകടത്തിലാണോ? അല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്ക് മാത്രമാണ് അപകടത്തിൽ. ഹിന്ദു സമൂഹത്തെ എപ്പോഴും പേടിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ഈ സംഘികൾക്ക് സംരക്ഷകരുടെ വേഷം കെട്ടി വോട്ട് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വോട്ട് നേടാൻ സാധിക്കുകയുള്ളൂ. ഭയമില്ലാത്ത ഒരു ഹിന്ദുവിനെ സംഘപരിവാറിന് ആവശ്യമില്ല. ഭയമുള്ള ഹിന്ദുക്കളെയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ടാണ് 110 കോടിയിലധികം അംഗസംഖ്യയുള്ള രാജ്യത്തെ മുഴുവൻ അധികാരവും കൈയാളുന്ന ഒരു ഭൂരിപക്ഷ സമുദായത്തെ നോക്കി നിങ്ങൾ അപകടത്തിലാണ് എന്ന് ഈ സംഖ്യകൾ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ അവർ ഹിന്ദുവിനെ ശക്തനാക്കുകയല്ല, മറിച്ച് ദുർബലനും ഭീരുവുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണല്ലോ പ്രമാണം. ഒരുമാതിരി എല്ലാ മതത്തിലെയും മനുഷ്യർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഹിന്ദു ദൈവങ്ങളെ നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും സംഘപരിവാറാണെന്നാണ് പുതിയ തിയറി. സർവശക്തരെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഈശ്വരനെ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരു പാവം വാടകക്കാരനായി തരം താഴ്ത്തുന്നു എന്നതാണ്
ഹിന്ദു അപകടത്തിൽ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഹിന്ദുക്കളുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി ഹിന്ദു ദൈവങ്ങളെ ഇത്രത്തോളം അപമാനിക്കുന്ന മറ്റൊരു പ്രസ്ഥാനം ഇന്ത്യയിലില്ല. അതുപോലെ ഹിന്ദുക്കളെയും ഇത്രമാത്രം അപമാനിക്കുന്ന വേറൊരു കൂട്ടർ ഇന്ത്യയിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഹിന്ദു വിശ്വാസികളെ, ഇവരുടെ ഈ കോമഡികളൊക്കെ കേട്ടിട്ടും ഇനിയും നിങ്ങൾ ഹിന്ദു അപകടത്തിലാണ്, ഹിന്ദു ക്ഷേത്രങ്ങൾ അപകടത്തിലാണ് എന്ന പേടിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. അടുത്ത തവണ അമ്പലത്തിൽ പോകുമ്പോൾ ശ്രീകോവിലിൻ്റെ നേരെ മുമ്പിൽ നിന്ന് സർവശക്തനാണെന്ന് നിങ്ങൾ കരുതുന്ന ആ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയെ തൊഴുന്നതിന് മുമ്പ് അമ്പലത്തിന് പുറത്ത് കാക്കി ട്രൗസറും ഇട്ട് കാവൽ നിൽക്കുന്ന ആളെ നോക്കി ഒന്ന് സാഷ്ടാംഗം പ്രണമിക്കുന്നത് നന്നായിരിക്കും. കാരണം അയാളുടെ കയ്യിലെ ആ ഒരു കുറുവടിയുടെ കാവലില്ലായിരുന്നെങ്കിൽ ഭഗവാന്റെ ആ പ്രതിഷ്ഠ അവിടെ കാണില്ലായിരുന്നു എന്നാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്. ഹിന്ദു അപകടത്തിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഹിന്ദു ക്ഷേത്രങ്ങൾ അപകടത്തിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് ഈ സംഖ്യകളാണ് ഇതിനെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നതെന്നാണ്. അതുകൊണ്ട് ആ ദേവീദേവന്മാരെ തൊഴുന്നതിന് മുമ്പേ ആദ്യം ഈ സംഖ്യകളെ നിങ്ങൾ തൊഴണം. കേട്ടാ? കാലങ്ങളായി തുടരുന്ന ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ പൊള്ളത്തരം ഇനിയെങ്കിലും എൻ്റെ ഹിന്ദു സുഹൃത്തുക്കളെ നിങ്ങൾ തിരിച്ചറിയണം. കോടിക്കണക്കിന് മനുഷ്യർക്ക് അഭയമേകുന്നതായി, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതായി നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ്. അല്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം മതം പറയുന്ന കുറച്ച് രാഷ്ട്രീയക്കാരുടെയോ അവരുടെ കുറുവടികളുടെയോ കാവലിൽ ജീവിക്കേണ്ട ഗതികേടുള്ളവരല്ല ആ ദൈവങ്ങളെന്ന് നിങ്ങൾ മറക്കാതിരിക്കുക. യഥാർത്ഥ ഭക്തി എന്നത് ഭയമല്ല, അത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. അതുകൊണ്ട് നാളെ നിങ്ങളുടെ അടുക്കൽ വന്ന ആരെങ്കിലും ഹിന്ദു അപകടത്തിലാണ്, ഹിന്ദു ക്ഷേത്രങ്ങൾ അപകടത്തിലാണ് എന്ന് മുദ്രാവാക്യം മുഴക്കുന്നത് കേട്ടാൽ, ഏതെങ്കിലും സംഖ്യകൾ അങ്ങനെ മുദ്രാവാക്യം മുഴക്കുന്നത് കേട്ടാൽ അവർ പറയുന്നത് കേട്ട് ഭയന്ന് അവർക്ക് വോട്ട് കുത്തുന്നതിന് പകരം ആ അപകടത്തിൽപ്പെട്ട ഹിന്ദുവിനെ രക്ഷിക്കാൻ, ഹിന്ദു ക്ഷേത്രങ്ങളെ രക്ഷിക്കാൻ നമ്മൾ സംഖ്യകളെ അധികാരത്തിലേറ്റാമെന്ന് പറഞ്ഞ് അവർക്ക് വോട്ട് കുത്തുന്നതിന് പകരം നിങ്ങൾ അവരുടെ കണ്ണിൽ നോക്കി ധൈര്യമായി മുഖാമുഖം നിന്ന് ധൈര്യമായിട്ട് ചോദിക്കണം, എടേ നിങ്ങൾ ഈ പറയുന്ന അത്രയ്ക്കും ഗതിയില്ലാത്തവരാണോ ഞങ്ങളുടെ ദൈവങ്ങൾ? നിങ്ങളുടെയൊക്കെ കാവലില്ലെങ്കിൽ തകർന്നു പോകുന്നതാണോ ഈ സനാതനധർമ്മം? കേവലം 4 വോട്ടിനും കുറച്ച് രാഷ്ട്രീയ അധികാരത്തിനും വേണ്ടി ലോകത്തിൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങളെയും ഞങ്ങളുടെ ദൈവങ്ങളെയും ഇങ്ങനെ നിരന്തരം അപമാനിക്കാൻ, ഇങ്ങനെ വില കുറച്ച് കാണിക്കാൻ നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നത് എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു തുടങ്ങുക തന്നെ വേണം. കാരണം ഹിന്ദുക്കളോ ഹിന്ദു ദൈവങ്ങളോ അല്ല ഇവിടെ അപകടത്തിൽ. ഈ ദൈവങ്ങളെ വരെ പേടിപ്പിച്ച് മതം വിറ്റ് വോട്ട് തിന്നുന്നവരുടെ ഗതികെട്ട രാഷ്ട്രീയം മാത്രമാണ് ഇവിടെ അപകടത്തിലുള്ളത്. മനസ്സിലായോ? ഹിന്ദുക്കളൊക്കെ ഈ സത്യം തിരിച്ചറിഞ്ഞാൽ അപകടത്തിലാകാൻ പോകുന്നത് ഇവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവിയാണ്. ഈ സത്യം ഇനിയെങ്കിലും എൻ്റെ ഹിന്ദു സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രതികരിക്കുക. അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങളാണ് അപമാനിതരായി കൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.